പാലക്കാട് LDF സ്ഥാനാർത്ഥി MP രാജേഷ് ട്രെയിനിലാണ് ഇന്ന് വോട്ട് അഭ്യർത്ഥിച്ചെത്തിയത്. കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസിൽ പാലക്കാട് നിന്ന് ഒറ്റപ്പാലം വരെ രാജേഷ് വോട്ടർമാരെ കണ്ടു. ഞങ്ങളുടെ പ്രതി സാജിദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് LDF സ്ഥാനാർത്ഥി MP രാജേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസിൽ യാത്രക്കാരോട് വോട്ട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഒരുപാട് യാത്രക്കാരെ ഒരുമിച്ച് കാണാം എന്നുള്ളതാണോ ഈ ട്രെയിൻ തിരഞ്ഞെടുക്കാൻ കാരണം? തീർച്ചയായും ഒരുപാട് യാത്രക്കാരെ ഒരുമിച്ച് കാണാൻ കഴിയും. അതിനു പുറമെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ്. അപ്പോൾ ട്രെയിൻ ഒരു സന്ദേശവാഹകൻ കൂടിയാണ്. ഇന്ന് ഇവിടെ കയറി ഇത്ര ആളുകളെ കണ്ടതിൻ്റെ സന്ദേശം ഉടനീളം എത്തിക്കുന്ന ഒന്നുകൂടിയാണ് ട്രെയിൻ. ഞാൻ കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ തീവണ്ടിയിൽ യാത്ര ചെയ്ത് വോട്ടഭ്യർത്ഥിച്ചിരുന്നു. എല്ലാ വിഭാഗം ആളുകളെയും കാണാം. തീവണ്ടി കൊണ്ടുപോകുന്നത് എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്, എല്ലാ വിഭാഗത്തിലും മറ്റ് ചെറുപ്പക്കാരുണ്ട്, പ്രായം ചെന്നവരുണ്ട്, എല്ലാവരെയും കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു പരിച്ഛേദം തന്നെ നമുക്ക് തീവണ്ടിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ റെയിൽവേ ബജറ്റ് ഇല്ല. സ്വാഭാവികമായിട്ടും പാലക്കാട് എന്ന് പറഞ്ഞാൽ റെയിൽവേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ ഡിവിഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്? തീർച്ചയായിട്ടും റെയിൽവേ ബജറ്റ് അവസാനിപ്പിച്ചത് പാർലമെൻറ്റിൻ്റെയും MP-മാരുടെയും റെയിൽവേയുടെ കാര്യത്തിലുള്ള ഇടപെടൽ സാധ്യതയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഇത് റെയിൽവേയുടെ തന്നെ പ്രാധാന്യമില്ലാതാക്കി. നേരത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ പ്രത്യേക ബജറ്റ് റെയിൽവേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ബജറ്റ് ഇല്ലാതായതോടുകൂടി റെയിൽവേ ഒരു സർക്കാർ വകുപ്പ് മാത്രമായി ചുരുക്കി. ഇപ്പോൾ പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു റെയിൽവേയുമായി ബന്ധപ്പെട്ട് കോച്ച് ഫാക്ടറി എന്നത്. ആ കോച്ച് ഫാക്ടറിയുടെ ഒരു സാധ്യത ഇനി എങ്ങനെയാണ് കാണുന്നത്? കോച്ച് ഫാക്ടറിയുടെ സാധ്യത ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇടതുപക്ഷത്തിന് നിർണായകമായ റോളുള്ള ഒരു ഗവൺമെൻറ് കേന്ദ്രത്തിൽ വന്നാൽ കോച്ച് ഫാക്ടറി തീർച്ചയായും യാഥാർത്ഥ്യമാവും. എന്തായാലും ഇപ്പോൾ യാത്രക്കാരായ ആളുകളുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ഥിരം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ ഇനി ഒരു MP വരികയാണെങ്കിൽ പാലക്കാടിൻ്റെ റെയിൽവേ വികസനത്തിന് എന്ത് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? പാലക്കാട് റെയിൽവേക്ക് പൊതുവെ അവഗണനയാണ് ഇപ്പോൾ ഇതിലുള്ളത്. കുറച്ചും കൂടി ആ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് ഇപ്പോൾ ഈ സ്ഥിരം യാത്രക്കാരനാണോ? എന്താണ് ഈ ട്രെയിനിൽ പാലക്കാട് ഈ റെയിൽവേ വികസനം ഏത് രൂപത്തിൽ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നല്ല രീതിയിൽ തന്നെ വികസനം വേണമെന്നല്ലേ അത്ര തന്നെ. എന്തായാലും ഈ ട്രെയിനിൽ ഉള്ള വോട്ടുപിടുത്തവുമായി MP രാജേഷ് മുന്നോട്ട് പോവുകയാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റെയിൽവേ വികസനം എന്ന നേരത്തെ ഉണ്ടായിരുന്ന പാലക്കാട് ഡിവിഷൻ എന്നത് സേലം ഡിവിഷൻ രൂപീകരിച്ചതോടുകൂടി ഇതിൻ്റെ പ്രാധാന്യം ഒരു പരിധിവരെ ഇല്ലാതായി എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി എന്നത് പാലക്കാട്ടുകാരുടെ കേരളത്തിൻ്റെ തന്നെ വലിയ ഒരു സ്വപ്നമായി തുടരുന്ന ഒരു പദ്ധതിയാണ്. ഇതും ഇതുവരെ നടപ്പിലായില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിയണം എന്നതാണ് ഈ വോട്ടർമാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്.